رسول الله عبد الرحمن سعيد الباشنفر الآيات البينات في أعضاء النبي صلى الله عليه وسلم وما فيها من معجزات എന്ന ഗ്രന്ഥത്തിൽ എഴുതി കാണാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തിന്റെ സൗന്ദര്യം എന്തൊരു അത്ഭുതം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു മാ മസിത്തു ദീബാജൻ വലാ ഹരീറൻ അൽയന മിൻ കഫി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള ഏത് പട്ട് തൊട്ട് നോക്കിയാലും ഇത്രമേൽ മാർദ്ദവമില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയിലൊന്ന് തൊട്ടു നോക്കിയാൽ പട്ട് തോറ്റു പോകുന്ന മാർദ്ദവമാണ് ആ കൈവെള്ളയുടെ ഉടമയായ റസൂലുള്ളാഹ്. ഇനി എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് നിലയിൽ വായിച്ചു നോക്കിയാലും, ഇനി നോക്കൂ സഹോദര, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നയതന്ത്രത്തിന്റെ ഉടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലിരുന്നു മദീനയിലിരുന്നു കൊണ്ട് എഴുതി മിൻ മുഹമ്മദിർ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകരായ മുത്തുനബി തങ്ങൾ എഴുതുന്നു, റസൂലുള്ളാഹ് എഴുതുന്നു. പേർഷ്യയുടെ ഭരണാധികാരിക്ക് ഈ എഴുതാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? മുത്തുനബി തങ്ങൾക്ക്. തങ്ങളൊരു രാജ്യത്തിലെ രാജാവല്ല, ഒരു പാർലമെന്ററി സിസ്റ്റത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഒരു ഭരണകൂടത്തിന്റെ പ്രസിഡന്റ് അല്ല. മദീനത്തെ പള്ളിയിലിരിക്കുന്ന മുത്തുനബി തങ്ങൾ സധൈര്യം എഴുതി മുഹമ്മദുർ റസൂലുള്ളാഹ് ഇലാ അദീമിർ റൂം. റോമിന്റെ ഭരണാധികാരിക്ക് റസൂലുള്ളാഹ് എഴുതുന്നു. ഇങ്ങനെ ഒരു ഭരണാധികാരിക്ക് കത്തെഴുതിയ ചരിത്രം, സംഭവം ലോകത്ത് വേറെ എവിടെ? വെറും കത്തല്ല, ആ കത്ത് കൊണ്ട് ലോകത്ത് മാറ്റമുണ്ടാക്കിയ കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗോള നയതന്ത്രത്തിൽ പഠിച്ചു നോക്കിയാൽ ഇന്ന് നടക്കുന്ന മുഴുവൻ നടപടിക്രമങ്ങളെയും പരാജയപ്പെടുത്തുന്ന വിധത്തിൽ അത്യത്ഭുതകരമായ ഇടപെടലാണ്. പെട്രോളിന്റെ വില ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുത്തക കമ്പനികൾ രാജ്യത്തിന്റെ വിഭവങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് മറുപടി പറയാൻ മദീനയിൽ നിന്ന് വല്ല പാഠവുമുണ്ടോ എന്ന് ചോദിച്ചാൽ, മദീനത്തെ ഈത്തപ്പഴ മാർക്കറ്റിലൂടെ സഞ്ചരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാം. മുത്തുനബി തങ്ങളുടെ പള്ളിയിൽ നിന്നിറങ്ങി ഈത്തപ്പഴം കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിൽ കൂന കൂട്ടി വെച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ മുമ്പിൽ ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് കൈയൊന്ന് കടത്തിയിട്ട് മറിച്ചു വെച്ചപ്പോൾ ഉള്ളിൽ കേടുള്ളതുണ്ട്, പുറത്ത് നല്ലതുണ്ട്. വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് കമ്പോളം കൊള്ളയടിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്.